യെസ്, എങ്ങനെയുണ്ടായ എക്സാം? ഇന്നത്തെ എക്സാമിൽ എടാ പറയുന്നത് കേൾക്കാമെങ്കിൽ ഒന്ന് ഡാറ്റ പറയുന്നത് കേൾക്കാമെങ്കിൽ. യെസ്, വെരി ഗുഡ്. ഇന്നത്തെ എക്സാമിൽ ഒരു 10 to 11 മാർക്കിലും മുകളിൽ സ്കോർ ചെയ്ത ആൾക്കാർ ഒന്ന് ഡാറ്റ തന്നെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എടാ കാരണേ ഇന്നലത്തെ റിവിഷൻ ഏറ്റവും പ്രോപ്പറായിട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മിനിമം 13 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആക്കാം, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഈസിയായ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതല്ല. ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതല്ല. ഈ ചാപ്റ്ററിൽ നിന്ന് മെജോറിറ്റിയും വരുന്നത് തിയറി പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. മെജോറിറ്റിയും നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ എടുത്തിട്ട് ആ മെറ്റീരിയലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ലാസ്റ്റ് കൊടുത്തിരിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിരിക്കണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി. സ്റ്റേറ്റ് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ, ലൂപ്പ് റൂൾ. അതുകൂടാണ്ട് രണ്ടാമത്തെ ചോദ്യം നോക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. കണ്ടല്ലോ. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതൊരു കോപ്പർ വയറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് പറയാം. അത് കൂടാണ്ട് 2023 മാർച്ച് 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യം സ്റ്റേറ്റ് കിർച്ചോഫ്സ് ലോ, അതേപോലെ ഒബ്റ്റെയിൻ ദ ബാലൻസിങ് കണ്ടീഷൻ ഫോർ വീറ്റ്സ്റ്റോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം. കണ്ടല്ല, 2023 ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞാൽ 2024 മാർച്ചിൽ വന്ന മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റിവിറ്റി ഓഫ് ടിപ്പിക്കൽ സെമി കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് എല്ലാം പഠിപ്പിച്ചതിന് ശേഷം അവസാനം ഞാൻ കയറിയിട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി പറഞ്ഞു തന്നത്. മെറ്റൽസിൻ്റെ കേസിൽ, സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ. കാരണം ഇത് ചോദിക്കുന്നുള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന്. ഇനി 2024 തന്നെ മോഡൽ എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. സ്റ്റേറ്റ് കിർച്ചോഫ്സ് ലൂപ്പ് റൂള്, ഡിറൈവ് ദ ബാലൻസിങ് കണ്ടീഷൻ ഫോർ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഫോർ ദ നീറ്റ് ഡയഗ്രാം. എല്ലാ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്യണം ഓട്ടാ. ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം കളക്ട് ചെയ്യണം. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. ഓക്കെ, യെസ്. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവരും നോക്കണം. നോക്കുമ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ വൈകുന്നേരം 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഇരുത്തി നിങ്ങളെ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. എന്താണ്, ചിലപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല, എങ്ങനെ പോയാലും ഒരു 90% മുകളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ. അങ്ങനെ 90% മുകളിൽ ഒരു ചാപ്റ്റർ പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ കണ്ണടച്ചിട്ട് നേരെ, അതായത് കണ്ണടച്ച് ഉറപ്പിച്ചേക്കണം നിങ്ങളത് പഠിച്ചു, നിങ്ങൾ ആ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു അങ്ങോട്ട്. കാരണം നിങ്ങൾ 2.5 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ 2.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം ഒരു 8:30 മണി കഴിയുമല്ല, ഇവിടെ 8:30 ഇവിടെ ക്ലാസ് അവസാനിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം ഈ നമ്മുടെ മെറ്റീരിയലിലുള്ളത്. കാരണം ഇത്രയും തിയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ആയിട്ടൊരു പരിചയം വന്നിട്ടുണ്ടാവണം. അത്രയും ഉണ്ടെങ്കിൽ സെറ്റാണ്, പിന്നെ വേറെ വിഷയമൊന്നുമില്ല. പഠിച്ചു അതിന് എങ്ങനെ ചോദ്യം വരും എന്നുള്ളൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതും കൂടെ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് രാത്രി കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്നും കൂടെ പിന്നെ എല്ലാം ചെയ്തു നോക്കാനൊന്നും പറയില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തൊന്നും നോക്കണ്ട. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് വിട്ടേക്കണം. കിട്ടാത്ത ഇത് മാത്രം ഒന്ന് ചെയ്തു നോക്കണം. കാരണം എന്താണ്, ആ ക്വസ്റ്റ്യൻസുമായിട്ടൊരു പരിചയം വരാൻ വേണ്ടി മാത്രമാണത് കേട്ടോ. യെസ്, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്തു നോക്കണം. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൽ ആകെ 2 പ്രോബ്ലംസേ ഞാൻ ചെയ്യുന്നുള്ളൂ.
ഓക്കെ, 2 പ്രോബ്ലംസേ അതിൽ നിന്ന് വരുള്ളൂ. അതുകൊണ്ട് 2 പ്രോബ്ലംസേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ബാക്കി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് മൊത്തം തിയറി പാർട്ടാണ്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൻ്റെ തിയറി ജസ്റ്റ് സ്ലൈഡ് വൈസ് ഒന്ന് ഓടിച്ചൊന്ന് പറയാൻ പോവാണ്. തിയറി ഓക്കെ, എന്തെങ്കിലും ഭാഗം എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, പ്രോബ്ലംസ് വീസ്റ്റോൺസ് ബ്രിഡ്ജ് വെച്ചുള്ളൊരു പ്രോബ്ലം, ഇന്നിപ്പോൾ പരീക്ഷയ്ക്ക് കിട്ടൊരു പ്രോബ്ലം, അതാണ് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം. പിന്നെ ഒരെണ്ണം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ടൈപ്പ് സാധനമുണ്ട്, അതും കൂടെ ഒന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, യെസ്. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ നമുക്ക് തിയറി ഓറിയൻറ്റഡ്, പിന്നെ അതേപോലെ തന്നെ ഈ 2 ക്വസ്റ്റ്യൻസേ നമുക്ക് നോക്കുന്നുള്ളൂ. കാരണം ഇതിൽ നിന്ന് അങ്ങനെ പ്രോബ്ലം വരാറില്ല. മുൻപ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ സെൽസിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ പഠിക്കാനുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ. അങ്ങനെ സീരീസ് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ പഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ കറണ്ടിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം തന്നിട്ട് അതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. മനസ്സിലായി? അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മെജോറിറ്റിയും വരാറ്. ഇപ്പം അതെല്ലാവരും എടുത്തു കളഞ്ഞിട്ടുണ്ട്. Resistivity increases with the decrease in length according to the equation rho is equal to RA by L. അങ്ങനെയൊക്കെ ചാറ്റിൽ ഒരാൾ അയച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് റോ ഇസ് ഈക്വൽ ടു RA/L എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിനെ ബാധിക്കൂലേ. ഇത് ജനറൽ ഇക്വേഷനാണ്. ഏതിൽ നിന്ന് വരുന്ന ജനറൽ ഇക്വേഷൻ? ഓംസ് ലോയിൽ നിന്ന് വരുന്ന ജനറൽ ഇക്വേഷൻ. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്നും പറഞ്ഞൊരു ഇക്വേഷൻ ഇത് തന്നെ. എന്താണത്? M/N/E². ഓക്കെ, ഓംസ് ലോ ത്രൂ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഞാൻ ബോക്സിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ലെങ്ത് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ വരുന്നില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം ഞാനായിട്ടുണ്ടാക്കിയ ചോദ്യമല്ല, അത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഓക്കെ, അതായത് ലെങ്ത്ത് ഡബിൾ ചെയ്തു റെസിസ്റ്റിവിറ്റീനെ എങ്ങനെ ബാധിക്കുമെന്ന്. ലെങ്ത്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റീനെ ഒരു തരത്തിലും അത് ബാധിക്കില്ല. റെസിസ്റ്റിവിറ്റി എന്താണോ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഓക്കെ, ഇത് എൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സെയിം ക്വസ്റ്റ്യൻ ഒന്ന് ഗൂഗിളിലും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് പോയിക്കോ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ വെൻ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ബിക്കംസ് ഡബിൾഡ്. ഓക്കെ, ഗൂഗിൾ അമ്മായി ഫസ്റ്റ് തന്നെ തരുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും: ദ റെസിസ്റ്റിവിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. റെസിസ്റ്റിവിറ്റിക്ക് ഒരു കാരണവശാലും കണക്ഷൻ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു ML/NE². ഇതാണ് നമ്മുടെ ഓംസ് ലോയുടെ ഡിഡക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, അത് നിങ്ങളുടെ സിലബസിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ ഓംസ് ലോ ഡിറൈവ് ചെയ്യുമ്പോൾ ഓംസ് ലോയുടെ ഡെറിവേഷനിൽ നിന്ന് ഫൈനലി ആറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. മനസ്സിലായി? ആറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൽ ലെങ്ത്തും പിന്നെ റിലാക്സേഷൻ ടൈമും ആറിനെ ഡിപ്പെൻഡ് ചെയ്യും, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, യെസ്. അതായത് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. അതേപോലെ തന്നെ റിലാക്സേഷൻ ടൈം, പിന്നെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം കുറയും. അപ്പോൾ റിലാക്സേഷൻ ടൈമും ലെങ്ത്തും റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. എന്നാൽ M മാസ്, N നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, E ചാർജ്, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ ബാക്കിയുള്ള 3 എണ്ണവും എന്താണ്? കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ ഈ M/N/E². ഈ കോൺസ്റ്റൻറ്റുകളെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി റോ. ഇന്നലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പറഞ്ഞു തന്ന കാര്യമാണത്. ആണെങ്കിൽ ഒന്ന് ഡാറ്റ തന്നെ, ഈ ഇക്വേഷൻ ആണെങ്കിൽ ഒന്ന് ഡാറ്റ തന്നെ. ഇങ്ങനെ പറഞ്ഞിട്ട് ബോക്സിൽ ഞാൻ ഇട്ട് തന്ന സാധനമാണത്. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. നിങ്ങൾ പറഞ്ഞ ഇക്വേഷൻ
ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു നിങ്ങൾ പറഞ്ഞ ഇക്വേഷൻ എങ്ങനെയാണ്? ഓംസ് ലോ ആണ്. അതായത് ഓംസ് ലോ പ്രകാരം ആർ ഈസ് ഡയറക്ട്ലി ലെങ്ത്തിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, അതേപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് എഴുതാം. ഇവിടെ പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റിന് ആഡ് ചെയ്ത കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്, റോ ഇൻറ്റു എൽ ബൈ എ. ഇതിൽ നിന്നും റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. ഈ ഇക്വേഷൻ എന്ത് കാണിക്കുന്ന ഇക്വേഷനാണ്? ഈ ഇക്വേഷൻ കാണിക്കുന്നത് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. ഈ ഇക്വേഷൻ എന്താണ്? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. മനസ്സിലായ? ഇവിടെ ലെങ്ത് ചെയ്തേ കണ്ട, ലെങ്ത്തും അതേപോലെ ഏരിയയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റെസിസ്റ്റൻസിന് മാറ്റം വരും. റെസിസ്റ്റൻസിന് മാറ്റം വന്നാൽ അതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്കും മാറ്റം വരും. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇതെന്ത് കാണിക്കുന്ന ഇക്വേഷനാണ്? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഇക്വേഷനാണ്. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ ഇതാ റോ ഇസ് ഈക്വൽ എം ബൈ എൻ ഇ സ്ക്വയർ കേട്ടോ. ഇതിൽ എവിടെയാടാ ലെങ്ത്? ഇതിൽ എൽ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടോ? ഇല്ലയോ? ഇല്ല. അതുകൊണ്ട് തന്നെ what happens to the resistivity of the conductor when length doubled, tripled or half എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റെസിസ്റ്റിവിറ്റി വിൽ റിമൈൻസ് ദ സെയിം. ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, യെസ്. ഇന്നലെ അടിവരയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചു സാർ, ഇങ്ങനെ അത് ചോദിച്ചെങ്കിൽ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും പഠിച്ച ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ളൊരു ചോദ്യം വരുള്ളൂ. സത്യം പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഏരിയ അതും ഇത് തന്നെയാണ് പറയുന്നത്. റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എം ഇ സ്ക്വയർ എ ടോൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ, എന്തായാലും ഒന്ന് നോക്കിയേ. പ്രോബ്ലം രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം, അതോടെ നിൽക്കട്ടെ. ഈ ചാപ്റ്ററിന്റെ തിയറി പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാൻ പോകണ്ട, ശ്രദ്ധിച്ചിരുന്നോളൂ. വന്നോട്ടെ. യെസ്, ഓക്കെ സാറേ. നെക്സ്റ്റ് കറണ്ട് ദേടാ. തെർമൽ വെലോസിറ്റി എന്താണെന്ന് സാധാരണ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. തെർമൽ വെലോസിറ്റിനേക്കാളും ഇമ്പോർട്ടൻറ്റ് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. തെർമൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ്, അതായത് ഹീറ്റ് മൂലം എന്ത് സംഭവിക്കും? ഒരു കണ്ടക്ടറിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നേരെ അങ്ങോട്ടും മൂവ് ചെയ്യും ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിറ്റ് ഏരിയയിലൂടെ ഇങ്ങോട്ട് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണവും അതേപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. മനസ്സിലായ? അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലത്തെ നെറ്റ് ചാർജ് സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറണ്ടും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ് കറണ്ട് സീറോ ആവാൻ? എന്തോരം ഇലക്ട്രോൺസ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ അത്രയും ഇലക്ട്രോൺസ് തന്നെ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നെറ്റ് ചാർജ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യണം. ഓക്കെ സാറേ, നെക്സ്റ്റ്
യെസ് ദേ അതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു കണ്ടക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടക്ടറാണിത്. ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു, ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഭാഗം മൊത്തം പോസിറ്റീവ് ചാർജുകൾ വരും, ഈ ഭാഗം മൊത്തം നെഗറ്റീവ് ചാർജുകൾ വരും. മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് വരും? ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എവിടേക്കായിരിക്കും? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് മൂലം ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് മൂലം എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഈ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാവരും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് മൂലം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഈ യൂണിഫോം വെലോസിറ്റി, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ആവറേജ് യൂണിഫോം വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺസ് ഗെറ്റ് ഡ്രിഫ്റ്റഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് മൂലം ഇലക്ട്രോൺസ് എല്ലാവരും ഒരു ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ആവുന്ന ആ ഒരു ആവറേജ് വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതിൻ്റെ ഇക്വേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നും അതിൻ്റെ ഇക്വേഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് സിമ്പിളാണ് ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമുള്ള ചാപ്റ്ററുകളായി തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ എന്തായാലും വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജും കിർച്ചോഫ് റൂളും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ സാർ, നെക്സ്റ്റ്. നെക്സ്റ്റ് ഇതാണ് പറഞ്ഞത് ഞാൻ. റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് മൂലമാണ് ആ കണ്ടക്ടറിൽ എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നൊരു ഹീറ്റൊക്കെ കൊടുക്കുമ്പോൾ ഇവയുടെ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് നല്ല സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പരസ്പരം കൂട്ടിയിടിക്കും. നല്ല സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ കൂട്ടിയിടികൾ ഉണ്ടാവും, കൊളീഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടിയിടികൾക്കിടയിലുള്ള ടൈം ഇന്റർവെൽ, അതിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ എന്നുള്ള റിലാക്സേഷൻ ടൈം. ഈ റിലാക്സേഷൻ ടൈമും മുൻ വർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, 1 മാർക്കിന്റെ ചോദ്യമായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ റിലാക്സേഷൻ ടൈം. ഓക്കെ, യെസ്, നെക്സ്റ്റ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ആകെ ചോദിക്കാവുന്ന ഡെറിവേഷൻ ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും I = NEAVD എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ, ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ചോദിക്കാവുന്ന ചോദ്യം ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ, ഡെറിവേഷൻ. എന്നാൽ 2-3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. നെക്സ്റ്റ്, അടുത്താണ് ഇത് ഡെറിവേഷൻ അല്ല, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. എന്താണ് ഇലക്ട്രോൺ മൊബിലിറ്റി, എന്താണ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, ഇത് രണ്ടും ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ മാത്രമല്ല ഇക്വേഷനും കൂടെ എഴുതി വെക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ മൊബിലിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ മൊബിലിറ്റി. അതേപോലെ തന്നെ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ NE²τE/m. ഓക്കെ, നെക്സ്റ്റ്. ഓംസ് ലോ ചോദിക്കാറുണ്ട്. അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ്. ഓക്കെ, ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓക്കെ, ഓംസ് ലോയുടെ കേസ് നമുക്കറിയാവുന്നതാണ്. ഓംസ് ലോ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ട്, ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ആ കണ്ടക്ടറിൻ്റെ 2 എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഓംസ് ലോ. V is directly proportional to I. ഇതിൽ നിന്നും V is equal to I into
ആർ എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വി ഇസ് ഈക്വൽ ടു ഐ ആർ. അതായത് ചുരുക്കി പറഞ്ഞാൽ വി ബൈ ഐ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഓംസ് ലോയുടെ ബേസിക് ഇക്വേഷൻ. അതായത് വി ബൈ ഐ, അതായത് വോൾട്ടേജ് ബൈ കറണ്ട് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഓംസ് ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ ഇക്വേഷൻ ഓംസ് ലോയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഇക്വേഷൻ മാത്രമാണ്. ഓംസ് ലോയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ്, ഇപ്പോൾ അതായത് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടും ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾക്കിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എടുത്തു കഴിഞ്ഞാൽ, അവിടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഓംസ് ലോയുടെ. ഓക്കെ, യെസ്. ഇനി റെസിസ്റ്റിവിറ്റി, അതെ സോറി, യെസ്, ഞാനിവിടെ ഈ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഈ വി ബൈ ഐ ഇതിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. വി ബൈ ഐ ഇതാണ് ആർ എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ്. ഇനി ഈ റെസിസ്റ്റൻസിന് ഓംസ് ലോയിനെ ഡിറൈവ് ചെയ്യുമ്പോൾ, ഓംസ് ലോയുടെ ഡിഡക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ സിലബസിൽ നിന്ന് മാറ്റിയിരിക്കുന്നതാണ്. ഈ സാധനത്തിനെ ഓംസ് ലോയുടെ ഡെറിവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. ആ സാറേ വന്നോട്ടെ സാറേ. യെസ്, എം എൽ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ എ ടോ. ഇതാണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. എന്തിൽ നിന്നും? ഓംസ് ലോയിൽ നിന്നും കിട്ടുന്ന റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണിത്. ഓക്കെ, യെസ്. ഇവിടെ നോക്കിക്കോ, എം എൽ എൻ എ ഇതെല്ലാവരും കോൺസ്റ്റൻ്റ് ആണ്. ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ബാക്കി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാവരും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആകെ ഓക്കെ, എന്ത് മാത്രമേ മാറ്റം വരുള്ളൂ? റിലാക്സേഷൻ ടൈമിന് മാത്രമേ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാറ്റം വരുള്ളൂ. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കൂടും, കൊളീഷൻ കൂടുമ്പോൾ ആ രണ്ട് കൊളീഷനിടയിലുള്ള ടൈം ഇൻ്റർവെൽ കുറയും. അതായത് റിലാക്സേഷൻ ടൈമിന് മാറ്റം വരും. ഓക്കെ, യെസ്. നെക്സ്റ്റ്, യെസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണ ഫാക്ടേഴ്സ് എന്തെല്ലാം? ഈ ഫാക്ടേഴ്സ് എന്തെല്ലാം എന്നും പറഞ്ഞ് ചോദ്യം ചോദിക്കാറില്ല. പക്ഷേ ഫാക്ടേഴ്സ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ നേച്ചർ, അതേപോലെ തന്നെ ലെങ്ത്. ഞാൻ പറഞ്ഞു ലെങ്ത് എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് സംഭവിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഓക്കെ, ഓക്കെ, യെസ്. ഇനി റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ ചോദിച്ചാലാണ് ഈ പറഞ്ഞ ഇക്വേഷൻ കണ്ടത്. എന്താണ്? ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. അത് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, യെസ്. ദെൻ അടുത്ത ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഇന്നലെ ഞാൻ വീണ്ടും പറഞ്ഞ കാര്യമാണ്, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. ഓരോ ലിമിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ടാവണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം, ഷുവർ ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഗ്രാഫ് വരച്ചിരിക്കണം. ഗ്രാഫ് വരച്ചേ എക്സ്പ്ലെയിൻ ചെയ്യാവൂ. കാരണം അല്ലാതെ ചുമ്മാ വി സീസസ് ടു ബി പ്രപ്പോർഷണൽ ടു ഐ അറ്റ് ഹയർ വോൾട്ടേജ് എന്ന് പറയണതിൽ കാര്യമില്ല. അവിടെ എന്ത് സംഭവിക്കും? ഹയർ വോൾട്ടേജിൽ നിന്ന് നിങ്ങൾ കാണിക്കണം. ഹയർ വോൾട്ടേജിൽ നേരെ പോകേണ്ട ഗ്രാഫ് എന്ത് ചെയ്യും? ഒന്ന് വളഞ്ഞു പോകും. ഇതാണ് ഹയർ വോൾട്ടേജിൽ സംഭവിക്കാൻ പോണത്. ഡയോഡിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും? ഗാലിയൻ ആഴ്സനൈഡിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും? ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, വെറുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പറയാമെന്നാണ്. നോർമലി വിയും ഐയും ഓംസ് ലോയുടെ ഗ്രാഫ് നോർമലി വരികയാണെങ്കിൽ ഓംസ് ലോയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരേണ്ടത്. ഇതാണ് ഓംസ് ലോയുടെ ഗ്രാഫ്, ഇങ്ങനെയാണ് വരേണ്ടത്. എന്നാൽ ഹയർ വോൾട്ടേജ്, ഇതൊക്കെ നോർമൽ ലോവർ വോൾട്ടേജിൽ ഇതൊക്കെയാണ്. എന്നാൽ ഹയർ വോൾട്ടേജിനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകേണ്ട ഗ്രാഫ് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ ഇങ്ങനെ പോകേണ്ടതിന് പകരം ഹയർ വോൾട്ടേജ് ഇങ്ങനെ പോകും.
മനസ്സിലായല്ല, ഇതാണ് പ്രശ്നം വരുന്നത്. ഇനി രണ്ടാമത്തെ വർക്കിംഗ് ഓഫ് എ ഡയോഡ്. ഡയോഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഡയോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഒരു ഡയോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. കറണ്ട് എപ്പോഴും ഒഴുകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവൂ. കറണ്ട് ഫ്ലോ ഡയോഡ് അനുവദിക്കൂ, അല്ലാതെ അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നോട്ടെ അങ്ങനത്തെ ഒരു സാധനം ഡയോഡിനില്ല. ഡയോഡ് യൂണി ഡയറക്ഷനിൽ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ കറണ്ടിനെ കടത്തി വിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ഡയോഡ് ഒരു ഡയോഡിനെ ഞാനൊരു ഇവിടെ കണക്ട് ചെയ്യാണ്, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിലത്തെ കണക്ഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ ഡയോഡിൻ്റെ പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവുമായിട്ടും ഡയോഡിൻ്റെ നെഗറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കറണ്ട് ഒഴുകും, കാരണം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. ഇവിടേക്ക് കറണ്ട് ഒഴുകും. എന്നാൽ ഇതിലൂടെ കറണ്ട് ഒഴുകൂല. കാരണം എന്താണ്? ഇവിടുത്തെ പോസിറ്റീവ് ഇവിടുത്തെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കറണ്ട് ഒഴുകൂല, ഒരു കാരണവശാലും കറണ്ട് ഒഴുകൂല. മനസ്സിലായി? ഇതാണ് യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് കളർ. അത് വോൾട്ടേജിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫോർവേഡ് ബയാസിങ്ങിൽ വരിക. റിവേഴ്സ് ബയാസിങ്ങിൽ കുറച്ചൊന്ന് കഴിഞ്ഞാൽ ഒറ്റയടി കറണ്ട് ഇങ്ങോട്ട് കൂടും. ഓക്കെ, ഈ ഫോർവേഡ് ബയാസിങ്ങിലത്തെ കറണ്ട് മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഗാലിയം ആഴ്സനൈഡ് പോലെയുള്ള കാര്യം. കാരണം ബാക്കി എല്ലായിടത്തും ഒരു നിശ്ചിത വോൾട്ടേജിന് പർട്ടിക്കുലർ കറണ്ട് അങ്ങനെയാണ്. ഓക്കെ, എന്നാൽ ഗാലിയം ആഴ്സനൈഡ് പോലെയുള്ള അവിടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വോൾട്ടാണെന്ന് വിചാരിക്കുക. 3 വോൾട്ടിന് ഇവിടെ കറണ്ടിനൊരു വാല്യൂവും കിട്ടും. ഇവിടെയും കറണ്ട്, അതായത് ഇപ്പം 6 ആംപിയർ കറണ്ടിനും 2 ആംപിയർ കറണ്ടിനും 3 വോൾട്ടേജ് തന്നെ മതി. അങ്ങനത്തെ ഒരേ വോൾട്ടേജിൽ തന്നെ 2 വ്യത്യസ്ത കറണ്ടുകൾ കാണിക്കും. മനസ്സിലായി? ഇതെല്ലാമാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡിസ്കസ് ചെയ്യാനുള്ള ഞാനൊരു ബ്രേക്കിന് ശേഷം ഡിസ്കസ് ചെയ്യാം. മനസ്സിലൊരു ഉൾപ്പളവ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അച്ഛനെ വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അച്ഛനെ വിളിച്ചിട്ട് ഒരു കുപ്പി വെള്ളം അങ്ങനെ അടുത്ത് വാങ്ങിച്ചു വെച്ചിട്ട് അത് കുടിച്ചുകൊണ്ട് നമുക്ക് വിശപ്പൊക്കെ അടക്കി ഒരു അരമണിക്കൂറും കൂടി ഇരിക്കാം. ഓക്കെ, യെസ്. ബ്രേക്ക് എന്ന് പറഞ്ഞപ്പോൾ 2-3 വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എന്താണ് അത് മാത്രം കേൾക്കാത്തത്? വീഡിയോ ഓണാക്കടാ. യെസ്, യെസ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ ഇല്ലേ? അതായത് ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്നിട്ട് അതിൽ 2 ലൂപ്പ് കൺസിഡർ ചെയ്യാനും അതിൽ ഒരു ലൂപ്പിൽ ലൂപ്പ് റൂളും രണ്ടാമത്തെ ലൂപ്പിൽ ജംഗ്ഷൻ റൂളും അപ്ലൈ ചെയ്യാൻ പറഞ്ഞൊരു ചോദ്യം നിങ്ങൾക്ക് ഇന്ന് പരീക്ഷിക്കാന്നുണ്ടായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ ഓർക്കേണ്ടത്, ടാറ്റ തന്നെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. കാരണം ആ രീതിയിലുള്ളൊരു ചോദ്യം വരും എന്തായാലും പരീക്ഷയ്ക്ക്. അപ്പോൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് റിപ്പീറ്റ് ചെയ്ത് കാണണം. ചിലപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അയച്ചു തന്നതിൽ ഞാൻ ക്ലാസ് എടുത്തതിൻ്റെ വീഡിയോ ലിങ്കും ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കണ്ടു പഠിച്ചോ. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഒരു ലൂപ്പ് എടുത്തിട്ട് ആ ലൂപ്പിൽ അതായത് ഒരു വോൾട്ടേജ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത്.
കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. അപ്പോൾ നോക്കിയേ, ഇന്ന് നമുക്ക് റിവിഷൻ വരുന്നത് 4ാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. അറിയാലോ, ആ ചാപ്റ്ററിൻ്റെ കേസ് അറിയാലോ. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അത്യാവശ്യം നല്ലോണം ഉണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല, കാരണം അത്രയധികം ഉണ്ട് ആ ചാപ്റ്റർ. ഡെറിവേഷൻ കൂടുതലാണ് ആ ചാപ്റ്ററിൽ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, കൃത്യസമയത്ത് ക്ലാസ്സിൽ കയറുക, മാർക്ക് ചെയ്തിട്ട് കയറുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനുകൾ മാത്രം ആദ്യം പഠിപ്പിച്ച് പോയിട്ട് ലെസ് ഇമ്പോർട്ടൻ്റ് ആയത് അവസാനത്തിലേക്ക് ഞാൻ വെക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും കയറിയിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പം മാർക്ക് ചെയ്തൊക്കെ വരാം. ഗുഡ് ലക്ക്. താങ്ക് യു.